നമ്മുടെ ചാനലിലെ പുതിയൊരു കഥയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. അപ്പോ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെയല്ലേ എല്ലാരും കഥ കേൾക്കുന്നേ? അപ്പോ കഥ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ആദ്യം തന്നെ ലൈക്കും കൂടെ ചെയ്തേക്കണം കേട്ടോ. സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്തായിട്ട് ഒരു ജോയിൻ ബട്ടൺ കാണുന്നില്ലേ? അതിലൊന്ന് പ്രസ് ചെയ്ത് ആ പേയ്മെന്റ് അങ്ങ് ചെയ്താലേ നിങ്ങൾക്കൊരു ഇഷ്ടം പോലെ കഥകളാ കാത്തിരിക്കുന്നേ. നമ്മുടെ മെമ്പേഴ്സ് ഉള്ള സ്റ്റോറീസ്, നല്ല സ്പെഷ്യൽ കഥകൾ സൂപ്പറായിട്ട് നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ ആ മെമ്പർഷിപ്പിൽ അങ്ങ് ജോയിൻ ചെയ്താൽ മതിയെന്നേ. വേറൊരു കാര്യം, നമ്മുടെ വെബ്സൈറ്റ് ഓർമ്മയുണ്ടല്ലോ എല്ലാവർക്കും? ദേവൂസ് വോക്കൽസ് എന്ന് കേറി അങ്ങ് സെർച്ച് ചെയ്ത് നോക്കിയേ ചുമ്മാ. ആ ഗൂഗിൾ സെർച്ചിൽ ചെല്ലുമ്പോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നേ നമ്മുടെ നല്ല കിടിലൻ സ്പൈസി മസാല കഥകളാ. ഫുൾ ഓപ്പൺ ആയിട്ട് നിങ്ങൾക്ക് അവിടെ കേട്ടു നോക്കാം, അതും ഫ്രീ ആയിട്ട്. അപ്പോ അതിന്റെ എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടായിരുന്നു എനിക്ക് കമന്റ് ബോക്സിലൊന്ന് മെസ്സേജ് അയക്കണം കേട്ടോ എല്ലാരും. പിന്നെ ഒരു കാര്യം കൂടി ഉണ്ട്, നമ്മുടെ ഫസ്റ്റത്തെ കമന്റ് ഒന്ന് നോക്കി നോക്കണേ. എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ ഇപ്പൊ ജോയിൻ ചെയ്യാനായിട്ട് പെട്ടെന്ന് ടെലിഗ്രാമിൽ നമുക്കൊന്ന് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോ ബാക്കി കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാവുന്നതല്ലേ. ഇന്നത്തെ കിടിലൻ കഥ എന്തായിരിക്കുമെന്ന് എന്തെങ്കിലും ഊഹമുണ്ടോ? ചേച്ചിയുടെ ഭർത്താവിനെ വളച്ചെടുത്ത ഒരു അനിയത്തിക്കുട്ടിയുടെ കഥയാ. നേരെ സ്റ്റോറിയിലേക്ക് പോയാലോ? ചേച്ചിയുടെ റൂമിൽ നിന്നും ചെറിയ ചെറിയ സീൽക്കാര ശബ്ദങ്ങൾ കേട്ടുകൊണ്ടാ അന്നും പതിവ് പോലെ കാവ്യ ഉണർന്നത്. സമയം പുലർച്ചെ 5 മണി ആയതേ ഉള്ളൂ. ബാംഗ്ലൂർ നഗരത്തിലെ തിരക്ക് പിടിച്ചോടുന്ന വാഹനങ്ങളുടെ ആ ഇരമ്പലിനിടയിലും 11ാം നിലയിലെ ആ ഫ്ളാറ്റിൽ നിന്നും ചേച്ചിയുടെ റൂമിലെ ആ ഞെരുക്കവും മൂളലും സീൽക്കാര ശബ്ദങ്ങളൊക്കെ കാവ്യയുടെ ചെവിയിൽ അലയടിച്ചു നിന്നു. ഉച്ചത്തിലുള്ള ശബ്ദവും കൂടെ കട്ടിലിന്റെ ആട്ടത്തിന്റെ ശബ്ദങ്ങളും എല്ലാം കൂടെ ഒരുമിച്ചപ്പോ താൻ മറ്റേതോ ലോകത്താണെന്ന് കാവ്യക്ക് തോന്നി. വല്ലാത്തൊരു സുഖം ഈ ശബ്ദം ഇങ്ങനെ കേട്ടുകൊണ്ട് കിടക്കാൻ. അവളതിൽ ലയിച്ചുകൊണ്ട് സ്വന്തമായി തന്നെ ഓരോ കുസൃതികൾ ചെയ്തു തുടങ്ങി. കുറെ നേരം ആ ചേച്ചിയുടെയും ചേട്ടന്റെയും മുറിയിൽ നിന്നുള്ള ശബ്ദം ആസ്വദിച്ചുകൊണ്ട് അവൾ സ്ഥലകാല ബോധം മറന്നിരുന്നു. ആ സുഖത്തിലും ചേച്ചിയേക്കാൾ ഉറക്കെ സീൽക്കാര ശബ്ദങ്ങൾ ഉണ്ടാക്കി പോകുമോ എന്നുവരെ അവൾ പേടിച്ചുപോയി. അത്രയ്ക്ക് സുഖിക്കുന്നുണ്ടായിരുന്നു കാവ്യ ആ സമയത്ത്. അവൾ സ്വന്തം ശബ്ദം പുറത്തേക്ക് വരാതിരിക്കാൻ നന്നായി കഷ്ടപ്പെട്ടു പോയി. പാവം. അല്ലെങ്കിലും ഈ അനിയത്തിമാരുടെ ഒരു കഷ്ടപ്പാടല്ലേ. ചേച്ചിമാരുടെ കല്യാണം കഴിഞ്ഞാൽ പിന്നെ ചേച്ചിയുടെ റൂമിലെ ശബ്ദം കേൾക്കുക എന്ന് പറയുമ്പോ അവർക്ക് വല്ലാത്ത ത്രില്ലിംഗ് എക്സ്പീരിയൻസ് അല്ലേ. കഷ്ടപ്പെട്ട് അവൾ ആ ദിവസം പിടിച്ചു നിന്നു. സ്വന്തമായിട്ടൊന്ന് സുഖിച്ചു. അവസാനം വെടി അങ്ങ് പൊട്ടിച്ചു. കിടന്ന് നന്നായി ഉറങ്ങണം ഇനി. അത്രയ്ക്ക് ക്ഷീണായിപ്പോയി. ശരീരം മുഴുവൻ തളരുന്ന പോലെ. ചേച്ചിയുടെ റൂമിലെ ആ ശബ്ദമൊക്കെ എന്താന്ന് നല്ലതുപോലെ അവൾക്കറിയാം. ചേച്ചിയുടെ ഭർത്താവ് കിരൺ ചേട്ടൻ ആള് നല്ല മിടുക്കനാ. എന്തായാലും ചേച്ചി പണ്ട് ഇവർ തമ്മിൽ റിലേഷനിലായിരുന്നപ്പോ ആദ്യം ഫോട്ടോ കാണിച്ച് അവൾ ഓർത്തു. കാണാൻ എന്ത് ക്യൂട്ടായിരുന്നെന്നോ. ജിമ്മിലൊക്കെ പോയി സെറ്റാക്കിയ നല്ല ഉശിരൻ ബോഡിയും നല്ല പാവത്തിനെ പോലെയുള്ള എല്ലാരോടും നന്നായി പെരുമാറുന്ന ഡീസന്റ് സ്വഭാവവും. ചേട്ടനോട് ആദ്യം തന്നെ കാവ്യക്കൊരു ക്രഷ് ഉണ്ടായിരുന്നു. പക്ഷെ കവിതച്ചിയുടെ ഭർത്താവിനെ അങ്ങനെയൊന്നും കണ്ടൂടല്ലോ. അവള് മനസ്സിനെ കടിഞ്ഞാനിട്ട് എങ്ങനെയൊക്കെയോ മുറുക്കിയൊന്ന് വെച്ചു. എന്തൊക്കെയോ സ്വപ്നം കണ്ട് കാവ്യ അങ്ങ് ഉറങ്ങിപ്പോയി. കാവ്യേ, മോളെ എഴുന്നേൽക്ക്, നേരം വെളുത്തു. ആ ശബ്ദം കേട്ടാ കാവ്യ ഞെട്ടി ഉണർന്നത്. കണ്ണു തുറന്ന് ചുറ്റും നോക്കി. അവിടെ അതാ നിൽക്കുന്നു കിരൺ ചേട്ടൻ. അപ്പോഴേക്കും അവള് സ്വന്തം കിടപ്പെന്ന് നോക്കിപ്പോയി. ഈശ്വരാ, ശേ, നാണക്കേടായല്ലോ. കാരണം അതുപോലെ ആയിരുന്നു അവൾ ആ സമയം കിടന്നിരുന്നത്. ആ കാവ്യയുടെ കിടപ്പും അവളുടെ മുഖത്തെ ചമ്മലൊക്കെ കണ്ടിട്ടായിരിക്കും കിരൺ ചിരിച്ചുകൊണ്ട് എഴുന്നേറ്റ് കിച്ചണിലേക്ക് പോയി. എന്ത് ചെയ്യണമെന്നറിയാതെ കാവ്യ നാണത്തോടെ എഴുന്നേറ്റ് ബാത്റൂമിൽ കയറി. കുറച്ചു കഴിഞ്ഞ് നേരെ അടുക്കളയിലേക്ക് വന്നു. കിരൺ അവിടെ കിച്ചണിൽ ഫുഡ് ഉണ്ടാക്കുന്ന തിരക്കില്ല. ചേച്ചിയെ കാണുന്നുമില്ല. ഒരു വർഷത്തോളം ചേച്ചിയും ചേട്ടനും ബാംഗ്ലൂരിലെ ഫ്ളാറ്റിൽ ലിവിംഗ് ടുഗദർ ആയിരുന്നു. ഈ കാര്യം അറിയാവുന്നത് കാവ്യക്ക് മാത്ര. കല്യാണത്തിന് മുന്നേ അതേ ഫ്ളാറ്റിൽ തന്നെയാ അവർ ഇപ്പോഴും താമസിക്കുന്നത്. ആ ഫ്ളാറ്റ് ആണെങ്കിൽ 1 BHK ആയിരുന്നു. വളരെ വൃത്തിയോടും ഭംഗിയോടും കൂടെയാ ആ ഫ്ളാറ്റിനെ ചേച്ചിയും ചേട്ടനും സൂക്ഷിച്ചിരുന്നേ.
അതുകൊണ്ട് തന്നെ വല്ലപ്പോഴും അവരുടെ കൂടെ നിൽക്കാൻ വരുമ്പോ കാവ്യ ഉറങ്ങുന്നത് ഹാളിൽ കിടക്കുന്ന വലിയ സോഫയിലായിരുന്നു. അതിനോട് ചേർന്നുള്ള ബെഡ്റൂമിൽ ചേച്ചിയും ചേട്ടനും ഉറങ്ങും. അതുകൊണ്ട് തന്നെ മിക്ക ദിവസവും കാവ്യ ഓരോ ശബ്ദങ്ങൾ കേട്ട് ഞെട്ടി ഉണരാറുണ്ട്. ഉറക്കം പോയാലും അവൾക്കതിൽ സങ്കടവും തോന്നാറില്ല. കാരണം സ്വന്തമായി സുഖിക്കാനുള്ളതിന്റെ എല്ലാ മസാലകളുമുള്ള ശബ്ദമാണല്ലോ ആ മുറിയിൽ നിന്ന് പുറത്തേക്ക് വരുന്നത്. ഇതൊക്കെ ഓർത്ത് കാവ്യ ചേട്ടനെ നോക്കി നിന്നു. അടുക്കളയിൽ കുക്കിങ്ങിന്റെ ഇടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് കിരൺ. എന്ത് സുന്ദരനാ! ചേട്ടനെ ആദ്യം പരിചയപ്പെടുമ്പോ തന്നെ അവൾ അയാളുടെ മുമ്പിൽ മൂക്കുകുത്തി വീണുപോയിരുന്നു. ഷോർട്ട്സും ടീഷർട്ടുമാ ഇപ്പൊ ചേട്ടൻ ഇട്ടിരിക്കുന്നേ. അങ്ങോട്ടും ഇങ്ങോട്ടും ചേട്ടൻ നടക്കുമ്പോ ചില സ്ഥലങ്ങളൊക്കെ പൊങ്ങി ആടുന്നുണ്ട്. ചേട്ടൻ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന ആ പൗരുഷത്തെ ഓർത്തപ്പോ തന്നെ പെണ്ണിന് വല്ലാത്തൊരു ഇളക്കം അനുഭവപ്പെട്ടിരുന്നു. കഷ്ടപ്പെട്ട് ഇനിയിപ്പോ ഇത് ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ചേട്ടനെ എന്തായാലും പിടിക്കുമെന്ന് അവൾക്ക് മനസ്സിലായി. ആകെപ്പാടെ വല്ലാത്തൊരു പരിഭ്രമം പോലെ തോന്നിപ്പോയി കാവ്യക്ക്. അതുകൊണ്ട് പെട്ടെന്ന് അവിടെ നിന്ന് എങ്ങനെയെങ്കിലും എസ്കേപ്പ് ആവണം. അവള് നേരെ മുറിയിലേക്ക് പോവാൻ വേണ്ടി തിരിഞ്ഞു. അല്ല, എങ്ങനെ ഉണ്ടായിരുന്നു മോളെ ഉറക്കം? കിരൺ പിറകിൽ നിന്ന് വിളിച്ചു. കുഴപ്പമില്ലായിരുന്നു ചേട്ടാ, നല്ലതുപോലെ ഉറങ്ങി. നീ നേരത്തെ ഉണർന്നായിരുന്നോ? ഏയ് ഇല്ല, ചേട്ടൻ വിളിച്ചപ്പോഴാ ഉണർന്നേ. കിരൺ അപ്പോൾ ചിരിച്ചു. ഞാൻ നേരത്തെ ഉണർന്നായിരുന്നു മോളെ. കൂടെ നിന്റെ ചേച്ചി ഉണർന്നതാ. അവള് പക്ഷെ പിന്നെയും കിടന്നുറങ്ങി. ഇനി ജോലിക്ക് പോകുന്ന സമയമാകുമ്പോ എഴുന്നേറ്റ് ഓട്ടായിരിക്കും. നേരത്തെ റെഡിയാവാൻ പറഞ്ഞാ കേക്കില്ല. കാവ്യക്ക് ചിരി വന്നു. ഉറങ്ങിക്കോട്ടെ ചേട്ടാ, പാവം, ക്ഷീണം കാണും. ഇന്നലെ നല്ലതുപോലെ പണിയെടുത്തതല്ലേ. കിരൺ അവളെ തിരിഞ്ഞു നോക്കി. എന്താ? അല്ല ചേട്ടാ, ഓഫീസില് ചേച്ചി നല്ലതുപോലെ പണിയെടുത്തില്ലേ, അതാ. അത് പറഞ്ഞ് നെറ്റിയിലെ കൈയും വെച്ചോണ്ട് കാവ്യ അവിടെ നിന്ന് നൈസായിട്ട് എസ്കേപ്പായി. അവളുടെ ആക്കിയുള്ള ആ സംസാരത്തിൽ കിരണിനൊരു പന്തികേട് തോന്നിയെങ്കിലും അവനത് ചിരിച്ചങ്ങ് വിട്ടുകളഞ്ഞു. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവാത്ത പ്രായത്തിലുള്ള കുട്ടിയൊന്നും അല്ലല്ലോ കാവ്യ. താൻ ഉണർന്നു വന്നപ്പോ തന്നെ അവളുടെ ആ കിടപ്പൊന്ന് കണ്ടതാ. അതിൽ നിന്നും മനസ്സിലായി ചേച്ചിയെ വെട്ടിക്കുന്ന തരത്തിലുള്ള ആഗ്രഹവും കൊതിയും ഒക്കെയുള്ള പെണ്ണാണ് അവളെന്ന്. പിന്നെ എഴുന്നേറ്റ് വരുന്ന കവിത അനിയത്തി ഇങ്ങനെ കിടക്കുന്ന കിടപ്പ് കാണണ്ടല്ലോ എന്ന് വിചാരിച്ചു തന്നെയാ താൻ അവളെ വിളിച്ചെണീപ്പിച്ചതും. അവളുടെ അന്നേരത്തെ ആ കിടപ്പെന്ന് കണ്ടാൽ ശരിക്കും പറഞ്ഞാൽ ചേട്ടനാണെങ്കിൽ പോലും എനിക്കും കാര്യമായിട്ടെടുത്തൊന്ന് പെരുമാറാൻ തോന്നിപ്പോയി. അത്രയ്ക്കുണ്ട് സൗന്ദര്യം. നമ്മുടെ കവിതയെ പോലെയല്ല, അവളെക്കാൾ സൗന്ദര്യമുണ്ട് തന്റെ ഭാര്യയുടെ അനിയത്തിക്ക്. വിരിഞ്ഞു നിൽക്കുന്ന ശരീരഭാഗങ്ങൾ ഓരോ മുഴുപ്പും എത്ര രസമായിട്ടാണ് അവളുടെ ശരീരത്തിരിക്കുന്നത്. കടഞ്ഞെടുത്തതുപോലെയാണ് അവളുടെ ശരീരത്തിന്റെ ഓരോ അവയവങ്ങളും. എത്ര നോക്കി നിന്നാലും മുഷിപ്പ് തോന്നത്തേയില്ല. ഓരോന്നാലോചിക്കുമ്പോഴേക്കും കവിത എഴുന്നേറ്റ് വന്നിരുന്നു. അവൾ എന്നിട്ട് നേരെ ബാത്റൂമിലേക്ക് കയറി കുളിയും പാസാക്കി പുറത്തേക്ക് ഇറങ്ങി. തിരിച്ചു വരുമ്പോഴേക്കും തന്റെ ചേച്ചിയതാ ഒരു ടവല് മാത്രം ചുറ്റിയിരിക്കുന്നെന്ന് കാവ്യ കണ്ടു. അവിടെയും ഇവിടെയുമൊക്കെ ചുവന്ന അടയാളങ്ങൾ ദേഹത്ത്. അവൾക്കത് കണ്ടപ്പോഴേക്കും ചേച്ചിയുടെ അസൂയ തോന്നിപ്പോയി. ഇന്നലത്തെ പെർഫോമൻസിന്റെ ബാക്കി പത്രമായിരിക്കും അതൊക്കെ. അവളുടെ ഒരു ഭാഗ്യം. കിരൺ ചേട്ടനെ പോലെ ഒരാളെയാണല്ലോ സ്ഥിരം ഇങ്ങനെ വെച്ച് പെരുമാറാൻ കിട്ടിയത്. എന്നാലും എനിക്കിങ്ങനെ നോക്കി കൊതിവിടാൻ മാത്രമേ യോഗമുള്ളൂ, അവൾ മനസ്സിലിങ്ങനെ ഓർത്തു. അപ്പോഴേക്കും കവിത ഇറങ്ങിക്കഴിഞ്ഞപ്പോഴേക്കും കിരൺ കുളിക്കാനായി ആ ബാത്റൂമിലേക്ക് കയറി. ഈ സമയം കാവ്യ എങ്ങനെയെങ്കിലും ഒന്ന് പരീക്ഷിക്കണമെന്നും അവളുടെ മനസ്സൊന്ന് ഇളക്കണമെന്നും തീരുമാനിച്ചുറപ്പിച്ചു തന്നെയായിരുന്നു കിരൺ നേരം നിന്നിരുന്നേ. കുളി കഴിഞ്ഞൊരു ടവലെടുത്ത് മുറിയിലേക്ക് കയറിയ കിരൺ ആദ്യം ചെയ്ത് എന്താന്നോ, വാതിൽ പകുതി അങ്ങ് തുറന്നിട്ടു. എന്നിട്ട് കാവ്യ കാണുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തിട്ട് അവൻ ടവലെടുത്ത് ആ ബെഡിലേക്ക് അങ്ങ് ഇട്ടു. കാവ്യ അതിശയിച്ചു പോയി. ആദ്യമായിട്ടാ നൂൽബന്ധമില്ലാതെ ഇങ്ങനെയൊരു കാഴ്ച കാണുന്നേ, അതും നേരിട്ട്. അവൾ അത്ഭുതപ്പെട്ടു അന്താളിച്ചു നോക്കി നിന്നു. അവളുടെ നോട്ടം കണ്ട് അറിയാത്ത പോലെ നിന്നു കിരൺ. അവന് ശരിക്കും ചിരി വരുന്നുണ്ടായിരുന്നു. പെണ്ണ് എത്ര കൊതിച്ചാണെന്ന് കിരൺ മനസ്സിലാക്കിയ നിമിഷമായിരുന്നു അത്. അവള് കൊതിയോടെ നോക്കി ചേട്ടന്റെ ഓരോ ആകാരഭംഗിയും. ചേച്ചിയെ ഓർത്ത് അവൾക്ക് ശക്തമായ അസൂയ വീണ്ടും വീണ്ടും വന്നോണ്ടേയിരുന്നു. അടുത്ത നിമിഷം അവൾ നോക്കി നിൽക്കെ കാവ്യ ഒന്ന് ഡോർ മുട്ടുന്നതും അവളുടെ മുഖത്തേക്ക് ഒരടി കിട്ടുന്നത് പോലെയുള്ള ശബ്ദം ആ ഡോറടിഞ്ഞപ്പോഴുണ്ടാവുന്നതും ഒന്നിച്ചായിരുന്നു. ശേ, ആ സുഖമുള്ള കാഴ്ച പകുതിയിലും മുറിഞ്ഞതില് കാവ്യക്ക് സങ്കടായി. സാരമില്ല,
എന്തെങ്കിലും ഒരു വഴി ഇനി കാണുമായിരിക്കും. കുറച്ചു കഴിഞ്ഞ് രണ്ടാളും റെഡിയായി പുറത്തേക്ക് വന്നു. ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോഴേക്കും കവിത കാവ്യയോട് ചോദിച്ചു, മോളിന്ന് എവിടെയെങ്കിലും പോകുന്നുണ്ടോ? പുറത്ത് കറങ്ങാനോ മറ്റോ? ഇല്ല ചേച്ചി, എനിക്കതിനിവിടുത്തെ ഭാഷ വലിയ പിടിയില്ലല്ലോ. അതെയോ? ഞാൻ വരാൻ ലേറ്റ് ആവൂടാ. ഓഫീസിൽ നല്ല തിരക്കുള്ള സമയാട്ടോ. അതുകൊണ്ട് മോളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണേ. അതൊന്നും കുഴപ്പമില്ല ചേച്ചി. ചേട്ടൻ നേരത്തെ വരുമോ? അറിയില്ല മോളെ, ഞാനും തിരക്കില്ലെങ്കിൽ നേരത്തെ വരാൻ നോക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ പതിവ് സമയാവും. രാത്രി 9 മണി കേട്ടോ. അവളുടെ തലകുലുക്കി. രണ്ടുപേരും ഭക്ഷണമൊക്കെ കഴിച്ച് അനിയത്തിയോട് ബൈ പറഞ്ഞ് ഒന്നിച്ച് കാറിൽ ഓഫീസിലേക്ക് പുറപ്പെട്ടു. പോകുന്ന വഴിയിൽ കവിതയെ ഡ്രോപ്പ് ചെയ്തിട്ടാണ് കിരൺ പോകുന്നത്. രണ്ടാളുടെ ഓഫീസ് ഒരേ റൂട്ടിലാണേ. ചേട്ടനും ചേച്ചിയും പോയി കഴിഞ്ഞപ്പോഴേക്കും ഒറ്റയ്ക്കിരുന്ന് പോസ്റ്റ് അടിച്ച് ആകെ ബോറടി തുടങ്ങിയിരുന്നു കാവ്യക്ക്. അവളാദ്യം ബാൽക്കണിയിൽ പോയിരുന്നു. കുറെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന വണ്ടിയോ ബാംഗ്ലൂരിലെ ആ ട്രാഫിക് ബ്ലോക്ക് ഒക്കെ കണ്ടുകൊണ്ടിരുന്നു. പിന്നെ കുറച്ചു നേരം ഫോണിൽ തോണ്ടി. അത് മാത്രാണോ ഒറ്റയ്ക്കിരിക്കുമ്പോഴല്ലേ വികാരത്തിന്റെ വേലിയേറ്റവും ഇങ്ങനത്തെ ചിന്തകളൊക്കെ കൂടുതലും മനസ്സിൽ വരുന്നേ. അതും ആകെ വിളഞ്ഞു പഴുത്തു നിൽക്കുന്ന അവളുടെ 23 വയസ്സ് പ്രായവും. പെണ്ണിനെ പറഞ്ഞിട്ട് കാര്യമില്ല, അങ്ങനെയാണല്ലോ എല്ലാം സംഭവിച്ചു പോകുന്നത്. അവൾക്ക് ചേട്ടന്റെയും ചേച്ചിയുടെയും മുറിയിലേക്ക് കയറാൻ ശക്തമായ ത്വര തോന്നി. അവരുള്ളപ്പോ അത്ര സ്വാതന്ത്ര്യത്തിൽ കയറാൻ പറ്റില്ല. അവരില്ലാത്തപ്പോ പറ്റിയ അവസരല്ലേ. അവൾ മെല്ലെ ആ മുറിക്കകത്തേക്കൊന്ന് കയറി ചുറ്റിലും നോക്കി. ഹായ്, എന്ത് രസായിട്ടാ ഇതിൽ ഓരോ സാധനങ്ങൾ അറേഞ്ച് ചെയ്തിരിക്കുന്നേ. ഒരു സൈഡിൽ മുഴുവനും ചേച്ചിയുടെയും ചേട്ടന്റെയും നല്ല റൊമാൻറ്റിക് ഫോട്ടോസ്. പിന്നെ ഒരു സൈഡിൽ കുറെ ഷോ പീസുകൾ. പിന്നെ ഒരു സൈഡിൽ അലമാരയാണ്. പിന്നെ അവരുടെ വർക്കിംഗ് ടേബിളും മറ്റു കാര്യങ്ങളുമൊക്കെ. ആ കുഞ്ഞുമുറിയില് അവൾ കയറി ഓരോന്ന് ആദ്യമായി കാണുന്നത് പോലെ നിരീക്ഷിച്ചുകൊണ്ടേയിരുന്നു. കുറച്ചു കഴിഞ്ഞിട്ട് അവൾ ആ ബെഡിലേക്കൊന്ന് ഇരുന്ന് നോക്കി. നല്ല പതുപതുത്ത മെത്ത. ഹായ്, ഈ മെത്തയിലാണല്ലോ ചേട്ടൻ ചേച്ചി എടുത്തിട്ട് തലങ്ങും വിലങ്ങും പെരുമാറുന്നതെന്ന് ഓർത്തപ്പോ അവൾക്ക് കുറച്ചു മുന്നേ ഉണ്ടായിരുന്നതിന്റെ ഇരട്ടി വികാരം തോന്നി തുടങ്ങിയിരുന്നു. ബെഡിൽ അങ്ങിങ്ങായി നോക്കുമ്പോ ഓരോ സ്ഥലത്ത് ഓരോ കറ. ശോ, ഇത് ചേട്ടന്റേതായിരിക്കില്ലേ? അവളെ ഓർത്തുപോയി. അത് തന്നെ. മെല്ലെ ഓരോ കറയും കണ്ട സ്ഥാനത്ത് അവളൊന്ന് ചുരണ്ടി നോക്കി. അതിൽ നിന്ന് ഒരു സ്ഥലത്ത് നിന്നൊക്കെ കയ്യിൽ എന്തൊക്കെയോ നനവ് പറ്റുകയും ചെയ്തു. കാവ്യ ആസ്വദിച്ച് ആ സുഗന്ധമൊന്ന് വലിച്ചെടുത്തു. അവൾക്ക് അത്ര തന്നെ മതിയായിരുന്നു. മനസ്സിനെ കീഴ്പ്പെടുത്തുന്ന മാതിരി കൊതിപ്പിക്കുന്ന മണം. അവൾക്ക് ശക്തമായ വികാരം വന്നു. ആ സമയം തന്റെ ചേട്ടൻ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചേച്ചിയെ പോലെ എന്നെയും ഈ മെത്തയിലിട്ട് നന്നായി പണിയെടുത്തു തന്നതിനെ ഓർത്തപ്പോ പെണ്ണിന്റെ സകല കൺട്രോളും അങ്ങ് പോയി. അവൾ ഞൊടിയിട കൊണ്ട് വിവസ്ത്രയായി. പിന്നീട് സ്വന്തമായി ഓരോന്നൊക്കെ ചെയ്തു കൂട്ടി വല്ലാതെ ശബ്ദമുണ്ടാക്കി നിലവിളിച്ചു തുടങ്ങി. അല്ലെങ്കിലും സുഖം അങ്ങ് തലയ്ക്ക് പിടിച്ചാൽ ആരായാലും നിലവിളിച്ചു പോകുമല്ലേ. കാവ്യ ഇത്രയും കാലം സ്വന്തമായി ചെയ്തതിൽ നിന്നും അവൾക്ക് ഏറ്റവും ബെസ്റ്റ് എന്ന് തോന്നിയതായിരുന്നു അത്. കാരണം അത്ര കണ്ടവൾ സുഖിച്ചു. ഒരുപാട് സമയമെടുത്ത് മെല്ലെ സ്വന്തം ശരീരത്തിനെ തലോടി സുഖിപ്പിച്ചു തന്നെ അവസാനം അവൾ അതിന്റെ ക്ലൈമാക്സിലെത്തി. ബെഡൊക്കെ ഇപ്പൊ ചെറുതായി നനഞ്ഞിട്ടുണ്ട്. ചേട്ടനും ചേച്ചിയും ഇപ്പൊ ഉണ്ടെങ്കിൽ ഇതൊക്കെ കണ്ടുപിടിച്ചേനെ. ശേ, അവരെന്തായാലും ലേറ്റ് ആയിട്ടല്ലേ വരുള്ളൂ. കുഴപ്പമില്ല, അവൾക്ക് ഇതപ്പോടെ ഓർത്തു. അപ്പോഴേക്കും പെണ്ണിന് ചെറിയ രീതിയിൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു. ആ ബെഡിൽ മലർന്നു കിടന്ന് അവളുടെ കണ്ണുങ്ങൾ മാടിപ്പോയി. കാവ്യ മനോഹരമായ ഒരു ഉറക്കത്തിലേക്ക് വഴുതി വീണു. ഈ സമയം തന്റെ ഭാര്യയുടെ അനിയത്തിയെ മുറിയിൽ കിടന്ന് കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഒരാൾ ലൈവായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ കിരൺ. ഒരിക്കൽ ഫ്ളാറ്റിൽ ഒരു കള്ളം കയറിയപ്പോഴേക്കും വല്ലാത്ത പേടി കൊണ്ടായിരുന്നു കവിതയും കിരൺ കൂടെ റൂം ഫുള്ള് CCTV സ്ഥാപിച്ചത്. എവിടെ വെച്ച് വേണമെങ്കിലും ഫോണിൽ അവൻ ആക്സസ് ചെയ്യാം എന്നുള്ള രീതിയിലായിരുന്നു അതിന്റെ പെരുമാറ്റവും അതിന്റെ വർക്കിംഗ് സിസ്റ്റവും ഒക്കെ. അവൻ നന്നായി ഫോണിൽ കാവ്യ ചെയ്തുകൊണ്ടിരുന്ന ആ കേളികളൊക്കെ കൊതിയോടെ ആസ്വദിച്ചു. പെണ്ണേതായാലും കൊള്ളാലോ. ഞാൻ തന്നെയാണ് അവളുടെ മനസ്സിലെന്ന് മനസ്സിലാക്കിയെടുക്കാൻ അവനധികം സമയം വേണ്ടി വന്നില്ല. അത് മാത്രല്ല, ഇപ്പൊ ചെന്ന കാര്യമായിട്ട് എന്തെങ്കിലും തടയുമെന്ന് അവന് മനസ്സിലായി. അവസരം പിന്നെ വരുമെന്ന് പറഞ്ഞ് നോക്കി നിന്ന് കിട്ടുന്നത് കൂടെ അങ്ങ് നഷ്ടമാക്കാൻ വയ്യ.
അതുകൊണ്ട് ഇപ്പൊ തന്നെ അങ്ങ് പുറപ്പെട്ടേക്കാം വീട്ടിലേക്ക് എന്നവൻ കണക്ക് കൂട്ടി. ഹാഫ് ഡേ ലീവ് എഴുതി കൊടുത്ത് പിന്നീട് കാറും എടുത്തൊരു പറക്കലായിരുന്നു കിരണ്. പോകുന്ന വഴിക്കിൽ അവൻ ആ കുഞ്ഞു പൗരുഷത്തെ നന്നായി ആശ്വസിപ്പിക്കാൻ നോക്കി. പക്ഷെ മതിയാവുന്നില്ലത്രേ അവന്. ആ പൗരുഷത്തിന് അത് കാത്തിരിക്കുന്ന ആ പെൺകുടി തന്നെ വേണം. എങ്കിൽ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ. കിരൺ അതിനു വേണ്ടിട്ട് മനസ്സ് ഒന്ന് ഒരുക്കി തുടങ്ങിയിരുന്നു. മുറിയിലെത്തി അവൻ ബെല്ലടിച്ചു. പെടുന്നനെ ഉറക്കത്തിലുള്ള ആ ബെല്ലടി കേട്ടപ്പോഴേക്കും കാവ്യ ഞെട്ടിപ്പോയി. ആരായിരിക്കും ഈ സമയം? അവളാകെ പേടിച്ചു. ബെഡിലുണ്ടായിരുന്ന അങ്ങിങ്ങായി കിടക്കുന്ന നനവുകളൊക്കെ അവൾ മെല്ലെ ഒരു തുണിക്കഷ്ണം കൊണ്ടൊന്ന് തുടച്ചു. എന്നിട്ട് അവിടുത്തെ ചേട്ടന്റെയും ചേച്ചിയുടെയും ബെഡിലെ തലോണിക്കടിയിലേക്ക് തിരികെ വെച്ചു. വാതിൽ തുറക്കുമ്പോഴേക്കും പുറത്ത് നിൽക്കുന്ന ചേട്ടനെ കണ്ട് അവൾ ഞെട്ടിപ്പോയി. കിരൺ ചേട്ടനോ? എന്താ ഈ സമയം? അതെന്താടി അങ്ങനെ ഒരു ചോദ്യം? എനിക്ക് ഈ സമയത്ത് വരാൻ പാടില്ലേ? അതല്ല, ചേട്ടന് 9 മണിയാവുന്നൊക്കെയല്ലേ പറഞ്ഞ്? ഇതിപ്പോ ഉച്ചയാവുന്നല്ലേ ഉള്ളൂ. കിരൺ പൊട്ടിച്ചിരിച്ചു. അത് ശരി, നീ ആള് കൊള്ളാലോ. എന്നെ നിന്റെ ചേച്ചിനെ ഇവിടുന്ന് പറഞ്ഞു വിട്ട് നീ വീടിന്റെ ആധിപത്യം മുഴുവൻ സ്ഥിരമായിട്ട് എടുക്കാൻ പോവാണോ? അശോ, അങ്ങനെയൊന്നും ഇല്ല ചേട്ടാ, ഞാൻ വെറുതെ. ശരി ശരി, ഏതായാലും കൊള്ളാം. മോളെ, എനിക്കിത് ഒരു സാധനം നിന്റെ റൂമിൽ നിന്ന് കിട്ടി. ഇത് നിന്റെ ആണെന്ന് നോക്കിയേ. അവൻ കയ്യിൽ പിടിച്ച് ഇടിച്ചു നീട്ടി അവളുടെ അടിവസ്ത്രം കണ്ടപ്പോഴേക്കും നാണം വന്നുപോയിരുന്നു പെണ്ണിന്. അയ്യോ അത് ചേട്ടാ, അത് എന്റെയാ. എനിക്ക് മനസ്സിലായി, കാവ്യയുടേതായിരിക്കുമെന്ന്. കാരണം കവിതയ്ക്ക് ഇത്രയില്ല. അപ്പൊ പിന്നെ ഇത് നിന്റേതാണെന്ന് ഉറപ്പിക്കാൻ വലിയ പണി വേണ്ടല്ലോ. അവൾ നാണത്തോടെ ചിരിച്ചു. തൊട്ടടുത്ത നിമിഷം ചേട്ടൻ അവളുടെ അടുത്തേക്ക് വന്നു. അവളെ ചുറ്റി വരിഞ്ഞു. വല്ലാത്ത സുഖം കൊണ്ട് പെണ്ണാകെ നിലവിളിക്കുന്നുള്ള അവസ്ഥയിലെത്തി. അവളുടെ നെഞ്ച് പടപടായി നിടിച്ചു. ചേട്ടൻ ഇനി തന്നെ ഇഷ്ടമല്ലെന്ന് പറയോ? മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോവാനോ എന്തിനാ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ച് വഴക്കിടുവോ? അവൾക്കാകെ സങ്കടം വന്നുപോയിരുന്നു. ആദ്യം ചേട്ടൻ തന്നെ സ്വീകരിച്ചാൽ മതിയായിരുന്നു. എന്റെ ചേച്ചിക്ക് കിട്ടുന്ന എല്ലാ സുഖവും ചേട്ടൻ എനിക്ക് തന്നാ മതിയായിരുന്നു. അവൾ മനസ്സിലാഗ്രഹിച്ചു. അപ്പൊ തന്നെ മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറുകയായിരുന്നു കിരണും. ചേട്ടനെല്ലാം കണ്ടുപിടിക്കൂലോ. ആകെ നാണക്കേടായി. എന്ത് പറഞ്ഞ് രക്ഷപ്പെടുന്നൊക്കെ അവൾ ആലോചിക്കുമ്പോ തന്നെയാണ് അവൻ പുറത്തേക്ക് വന്നേ. മോളെ, ഇതാകെ നനഞ്ഞിട്ടുണ്ടല്ലോ. നീ നനഞ്ഞതാണോ ഇടുന്നേ? അവൻ നീട്ടിപ്പിടിച്ച അവളുടെ ആ വസ്ത്രം കണ്ടപ്പോഴേക്കും കാവ്യ ആകെയൊന്ന് ചൂളി. അത് പിന്നെ ഞാൻ നീ അധികം കഷ്ടപ്പെട്ട് ഉരുളണ്ട. ഇതെങ്ങനെ നനഞ്ഞതാണെന്നൊക്കെ എനിക്ക് മനസ്സിലായി. ഞാനൊന്നുമില്ലല്ലോ ഒരു കല്യാണം കഴിഞ്ഞ പുരുഷനല്ലേടി. എനിക്കുണ്ട് ഒരു ഭാര്യ. അപ്പോ ഇതെന്തിന്റെ മണാണെന്നും ഇതെന്തിന്റെ രുചിയാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവൂട്ടോ. നീ എന്റെ മുന്നില് കഷ്ടപ്പെട്ട് അഭിനയിക്കാനോ നുണ പറയാനോ നിൽക്കണ്ട. അത് കേട്ടപ്പോഴേക്കും അവൾക്ക് പരമാവധി സന്തോഷവും സമാധാനവുമായി. ഒന്നുമില്ലെങ്കിലും കാര്യങ്ങൾ മനസ്സിലായിട്ടും ഏട്ടൻ തന്നെ കുറ്റപ്പെടുത്തിയിട്ടില്ലല്ലോ. അത് തന്നെ വലിയ കാര്യം. പക്ഷെ ചേച്ചി അറിയാതെ എല്ലാം നോക്കണം. അതുപോലെ ഇരിക്കും ഇനി മുമ്പോട്ടുള്ള കാര്യങ്ങളൊക്കെ. അവളത്രയും മനസ്സിൽ കണ്ടപ്പോഴേക്കും അവൻ അടുത്തേക്ക് വന്നിരുന്നു. പിന്നീട് അവിടെ എന്താ നടന്നതെന്നോ ഉറുമ്പടക്കം അവൻ അവളെ കെട്ടിപ്പുണർന്നു. ഓരോ താഴ്വരയിലും ഓരോ അവളുടെ ഏരിയകളിലും അവൻ ഒഴുകി നടന്നു. സുഖം കൊണ്ട് ആകെ പൊറുതിമുട്ടിയ അവസ്ഥയിലായിരുന്നു നമ്മുടെ. ആ സമയത്ത് കിരണിനും അതെ, കാവ്യയ്ക്കും അതെ. ചേട്ടനെ ഇങ്ങോട്ട് ഓരോന്നും ചെയ്ത് സുഖിപ്പിക്കുമ്പോൾ തിരിച്ച് 10 മടങ്ങാണ് അവൾ അങ്ങോട്ടേക്ക് സുഖിപ്പിക്കാൻ നിന്നത്. നീയാള് കൊള്ളാലോടി. നിന്റെ ചേച്ചിക്ക് പല കാര്യത്തിലും ഇത്രയും താല്പര്യമൊന്നുമില്ല. അവളാകെ മടിച്ചിയാ. പക്ഷെ നീ അങ്ങനെയല്ല മോളെ. നല്ല കിടിലനായിട്ടവാ. നിന്റെ ഒരു ഇഞ്ചി പോലും കളയാനില്ല. കണ്ടിട്ട് എനിക്കാകെ ആദ്യം മത്ത് പിടിക്കുക, കൊതി തോന്നുക. അവൻ അത്രയും പറഞ്ഞപ്പോഴേക്കും അവൾക്ക് വല്ലാത്ത നാണം തോന്നിപ്പോയി. ചേട്ടൻ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നേ? നാണാവുന്നു. അവനപ്പോ അവൾക്കും കുറച്ച് പർച്ചേസ് ചെയ്ത് കൊടുത്തു. നല്ല മോഡേൺ ഡ്രസ്സൊക്കെ. അതിടിച്ച് അവൾ അവിടെ നടത്തണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാ കിരൺ അങ്ങനെയൊക്കെ ചെയ്തത്. ഏതായാലും പെണ്ണ് കൊള്ളാം. അവള് ഞാൻ വിചാരിച്ച പോലെ തന്നെ. ഞാൻ മുട്ടിയാലെ കിട്ടും. അതിന് വലിയ താമസമൊന്നുമില്ല. ഇനിയിപ്പൊ അതല്ലെങ്കിൽ അവൾ ഇങ്ങോട്ടായാലും വന്ന് കേറിക്കോളും. അക്കാര്യത്തിൽ 100% എനിക്ക് ഉറപ്പുണ്ട്. അതിനിടയില് കിരൺ ആ ബെഡ്റൂം ചൂണ്ടിക്കാണിച്ചു. നമുക്ക് അങ്ങോട്ട് പോവാം. അവൾക്കതിന് മറുപടി പറയാനുണ്ടോ? എത്ര കാലമായി കാത്തിരുന്ന മുഹൂർത്തവാ ഇപ്പൊ മുന്നിൽ വന്ന് നിൽക്കുന്നേ.
അവൾ അവന്റെ ആ പൗരുഷത്തെ കയ്യിലെടുത്തു. നന്നായി തന്നെ അത് വെച്ചങ്ങ് പെരുമാറി. ആവുന്ന രീതിയിലൊക്കെ നല്ല ഒന്നാം തരം കുഴലൂത്ത് നടത്തി. ചേച്ചിയെക്കാളും കേമിയാണ് അനീതിയെന്ന് ഏതാണ്ട് കുറച്ചു നേരം കൊണ്ട് തന്നെ കിരണ് മനസ്സിലായി. ഇവളെ വിട്ടുകളഞ്ഞൂടാ, ഒരു തഞ്ചത്തിൽ അങ്ങ് നിർത്തണം. കാരണം ഇവളെനിക്ക് എന്നും ഒരു മുതൽക്കൂട്ടാ. അവൻ അത്രയും മനസ്സിലോർക്കുമ്പോഴേക്കും രണ്ടുപേരും മുറിയിലെത്തിയിരുന്നു. ആ റൂമിൽ സ്വന്തം ചേച്ചിയുടെ ബെഡിൽ ചേച്ചിയുടെ ഭർത്താവിനാൽ ഇതൊക്കെ അനുഭവിക്കാൻ ഭാഗ്യം കിട്ടുക എന്ന് പറഞ്ഞാൽ അവനെ സംബന്ധിച്ച് വലിയ കാര്യമായിരുന്നു. അതുകൊണ്ടെന്താ, കിരൺ അതിന് സമ്മതിച്ചു. അവളാണെങ്കിലോ കോതി കയറി നിൽക്കുക, എന്തെങ്കിലും എന്നെ ഒന്ന് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ട്. രണ്ടുപേരും പിന്നീടൊരു വല്ലാത്തൊരു പരിപാടി തന്നെയായിരുന്നു നടത്തി തുടങ്ങിയത്. ആകെപ്പാടെ രണ്ടാൾക്കും കണ്ണു കാണാൻ വയ്യാത്ത രീതിയിലുള്ള പെർഫോമൻസ്, അങ്ങോട്ടും ഇങ്ങോട്ടും കൊതിയും വല്ലാത്ത രീതിയിലുള്ള ആക്രാന്തവുമൊക്കെ. ചേട്ടനെ സൂചിപ്പിക്കാൻ നോക്കി അവസാനം സുഖം കൊണ്ട് പൊളഞ്ഞ് നിലത്ത് വീണു പോയിരുന്നു പെണ്ണ്. അവനാണെങ്കിലോ അവളെ സൂചിപ്പിക്കാൻ നോക്കി. സ്വന്തമായി തന്നെ അവന്റെ കരുത്തറിയിച്ചു കൊടുത്തപ്പോ പെണ്ണിൽ നിന്ന് നിലവിളിച്ചു. അത് മാത്രല്ല, അവിടെ എവിടെയൊക്കെയായി അവൻ ഓരോന്ന് ചെയ്ത് കുസൃതി കാണിച്ചു നടക്കുമ്പോഴേക്കും അവൾക്ക് ഇത്രയൊന്നും പോരാ, ഇനിയും ഇനിയും വേണമെന്ന് വല്ലാതെ അമറിക്കൊണ്ടേയിരുന്നു. പെണ്ണിന്റെ തിരിച്ചുള്ള പ്രോത്സാഹിപ്പിക്കലും കൊതിയോടെയുള്ള അവളുടെ സംസാരം കേട്ടപ്പോ വീണ്ടും വീണ്ടും ചാർജായിക്കൊണ്ടേയിരുന്നു നമ്മുടെ കിരൺ. ഒടുവിൽ സ്വന്തം ഭാര്യയുടെ അനിയത്തിയെ പരമാവധി വേഗത്തിൽ പറ്റുന്നത് പോലെയൊക്കെ അവനങ്ങ് പൊളിച്ചടുക്കി. അല്ലെങ്കിലും ഇത്രയും മൂത്തു നിൽക്കുകയാണെങ്കിൽ അവൾക്ക് അതെങ്കിലും ചെയ്തു കൊടുക്കണ്ടേ എന്നവൻ മനസ്സിൽ പറഞ്ഞു. സത്യം പറഞ്ഞ അത് ആവശ്യാട്ടോ. രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കെട്ടിപ്പുണർന്നു നിന്നു ഒരുപാട് നേരം. ചേട്ടനെ അനിയത്തിയും അനിയത്തിയെ ചേട്ടനും നന്നായി തന്നെ സുഖിപ്പിച്ചു. കുറെ നേരത്തെ പരിപാടിക്ക് ശേഷം രണ്ടുപേരും വല്ലാത്ത കിതപ്പോടെ തളർന്നു വീണു. എങ്ങനെയുണ്ടായിരുന്നു മോളെ? അവള് നാണത്തോടെ ചിരിച്ചു. എന്റെ ഏട്ടാ, ജീവിതത്തിൽ ഇന്നേ വരെ ഞാൻ ഇങ്ങനെ സുഖിച്ചിട്ടില്ല. നിങ്ങൾ എന്ത് തരം പെർഫോമറാ! അത് മാത്രല്ല, എനിക്കാണെങ്കിൽ ചേച്ചിക്ക് ചേട്ടൻ എല്ലാം കൊടുക്കുന്നത് വേണമെന്ന ഭയങ്കര ആഗ്രഹം. ഇനി ചേട്ടൻ എന്തൊക്കെയാ ചേച്ചിക്ക് ചെയ്തു കൊടുക്കുന്നേ? അവൻ ചിരിച്ചു. ഇനിയും മുൻവശം എന്ന പോലെ പിന്നാമ്പുറത്തും ചെറിയ പരിപാടികളൊക്കെ ഉണ്ട്. അയ്യോ, എന്നാൽ എനിക്കും വേണം ചേട്ടാ. പൂടി പെണ്ണേ, നീ എന്താ വിചാരിച്ചേ? അത് ഭയങ്കര സുഖാണെന്നോ? നല്ല നീറ്റലുണ്ടാവും. അത് സാരമില്ലെന്നേ, നീറ്റലുണ്ടായിക്കോട്ടെ, ഞാൻ സഹിച്ചോളാം, പ്ലീസ്. ഇതും പറഞ്ഞ് കഷ്ടപ്പെട്ട് തന്നെ അവള് ചേട്ടനെ വളച്ചെടുക്കാൻ തീരുമാനിച്ചിരുന്നു. ആ പെണ്ണ് അത്ര ആഗ്രഹത്തിൽ പറയുമ്പോ വേണ്ടെന്ന് പറയാൻ എങ്ങനെ സാധിക്കുമല്ലേ? അല്ലെങ്കിലും പുരുഷന്മാരൊക്കെ വല്ലാതെ സ്നേഹമുള്ളവരാന്നേ. അവനങ്ങനെ അവളെ നല്ല സൂപ്പർ സ്റ്റൈൽ ഡ്രസ്സൊക്കെ ഇടിച്ച് കൊണ്ടുവന്നു. എന്നിട്ട് അവളുടെ പിൻവശം തടയുകയാണ്. പിൻവശം പിടിച്ചങ്ങുടയ്ക്കുകയാണ് പെണ്ണിന്റെ ലക്ഷ്യം. അടുത്ത നിമിഷം തന്നെ അവൾക്ക് ഒരു മെസ്സേജ് വന്നിരുന്നു. കഥ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? ചേച്ചിക്ക് വേണ്ടി ചെയ്തു കൊടുക്കുന്നത് പോലെ ആ ഉമ്മറത്തെ പണി മാത്രല്ല, പിന്നാമ്പുറത്തെ പണിയും വേണമെന്ന് വാശിയോടെ പറഞ്ഞു മേടിച്ച ഒരു മിടുക്കിയായി അനിയത്തിക്കുട്ടി. ഇതുപോലെ ആരെങ്കിലും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ തീർച്ചയായും കമന്റ് ബോക്സിൽ വന്ന് കമന്റ് ചെയ്യണേ. ഇവരുടെ രണ്ടാളുടെ ബാക്കി കലാപരിപാടികളൊക്കെ ഫുള്ളായി നിങ്ങൾക്ക് കേൾക്കണ്ടേ? നമ്മുടെ എക്സ്ക്ലൂസീവ് ഗ്രൂപ്പിൽ അങ്ങ് ജോയിൻ ചെയ്തോളൂ. കമന്റ് ബോക്സിൽ ആദ്യത്തെ കമന്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതിട്ടോ. അപ്പോ അടുത്ത ദിവസം മറ്റൊരു സൂപ്പർ കഥയുമായിട്ട് ദേവു വീണ്ടും വരും. ബൈ ബൈ ഡിയേഴ്സ്.